BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ശബരിമല സ്വർണ്ണക്കൊള്ള തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ തെളിവുകൾ ഹാജരാക്കാനായില്ല, ജാമ്യ ഉത്തരവ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർ ഉണ്ണികൃഷ്ണൻ പോറ്റി ബന്ധത്തിന് തെളിവില്ല. തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ തെളിവുകൾ ഹാജരാക്കാനായില്ലെന്ന് കൊല്ലം വിജിലൻസ് കോടതി. ഗൂഢാലോചനയിൽ തെളിവില്ലെന്നും ജാമ്യ ഉത്തരവിൽ കോടതി വ്യക്തമാക്കുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ ദേവസ്വം ബോർഡിന്റെ ചുമതല, പൂജകൾ ഉൾപ്പെടെയുള്ള താന്ത്രികപരമായുള്ള കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് ചുമതലയെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു. ഗൂഢാലോചനയിൽ തെളിവില്ലെന്നും മഹസറിൽ ഒപ്പുവയ്ക്കാത്തത് ക്രിമിനൽ ഗൂഢാലോചന എന്നതിനെ ദുർബലപ്പെടുത്തുന്നതായും കോടതി ഉത്തരവിൽ പറയുന്നു. തന്ത്രിക്കെതിരെ ഗൂഢാലോചന അടക്കം നടത്തിയതിന് മതിയായ തെളിവില്ലെന്നാണ് വിജിലൻസ് കോടതി ഉത്തരവിൽ പറയുന്നത്. തന്ത്രിക്കെതിരെ എഫ്ഐആറിൽ അടക്കം ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ വലിയ വിവാദമായിരുന്നു. ബാങ്ക് തട്ടിപ്പ് കേസ് അനിൽ അംബാനിക്ക് വീണ്ടും ഇഡി സമൻസ്. ബാങ്ക് തട്ടിപ്പ് കേസിൽ അനിൽ അംബാനിക്ക് വീണ്ടും ഇഡി സമൻസ് അയച്ചു. അടുത്ത വ്യാഴാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. കഴിഞ്ഞ മാസം 2 സമൻസ് ഇഡി അയച്ചിരുന്നുവെങ്കിലും ഹാജരാകുവാൻ അനിൽ അംബാനി തയ്യാറായിരുന്നില്ല. 40,000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് കേസാണ് ചുമത്തിയിരിക്കുന്നത്. റിലയൻസുമായി ബന്ധപ്പെട്ട മറ്റ് കമ്പനികളുടെ പേരിൽ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുകയും അത് വകമാറ്റി ചിലവഴിച്ചു എന്നുമാണ് ഇഡിയുടെ ആരോപണം. അനിൽ അംബാനിയുടെ പങ്കാളി ടീന അംബാനിക്കും ഇഡി നോട്ടീസ് അയച്ചിരുന്നുവെങ്കിലും ഇരുവരും ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. ഇതിനു പിന്നാലെയാണ് വീണ്ടും ഒരു സമൻസ് കൂടി ഇഡി അയച്ചിരിക്കുന്നത്. മഴവിൽ വലയത്തിനുള്ളിൽ ഇൻഡിഗോ വിമാനം, വിസ്മയമായി പൈലറ്റ്സ് ഗ്ലോറി പ്രതിഭാസം. വിമാനത്തിന്റെ നിഴൽ മേഘങ്ങളിൽ പതിയുമ്പോൾ ആ നിഴലിന് ചുറ്റും മഴവില്ലിന്റെ നിറങ്ങളോടുകൂടിയ ഒരു വലയം ദൃശ്യമാകുന്നത് കണ്ടിട്ടുണ്ടോ? എന്നാൽ അത്തരമൊരു പ്രതിഭാസത്തിന്റെ ചിത്രം ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. പൈലറ്റ്സ് ഗ്ലോറി എന്ന പ്രതിഭാസമാണിത്. അഹമ്മദാബാദ് കൊച്ചി ഇൻഡിഗോ വിമാനമാണ് പൈലറ്റ്സ് ഗ്ലോറി പ്രതിഭാസത്തിൽപ്പെട്ടത്. ഫെബ്രുവരി 3 വൈകുന്നേരം ഫ്ളൈറ്റ് യാത്രയ്ക്കിടെ ദിൽകുമാർ ശ്രീകുമാർ എളമക്കര പകർത്തിയ ചിത്രമാണ് കൌതുകം നിറയ്ക്കുന്നത്. മഴവില്ല് സാധാരണയായി സൂര്യപ്രകാശം മഴത്തുള്ളികളിൽ വളഞ്ഞു പിരിഞ്ഞ് ഉണ്ടാകുന്നതാണെങ്കിൽ പൈലറ്റ്സ് ഗ്ലോറി അതിന്റെ ഒരു പ്രത്യേക രൂപമാണ്. വിമാനം മേഘങ്ങളുടെ മുകളിലൂടെ പറക്കുമ്പോൾ വിമാനത്തിന്റെ നിഴൽ മേഘങ്ങളിൽ പതിക്കുന്നു. ഇതിന് ചുറ്റുമായി ഒരു വലയം രൂപപ്പെടുന്നതാണ് ഈ പ്രതിഭാസം. ചുവപ്പ് പുറത്തും ഉള്ളിൽ നീല പച്ച നിറങ്ങളും കാണാം. PG ഡോക്ടർമാരെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇന്നുച്ചയ്ക്ക് വിദ്യാർത്ഥി പ്രതിനിധികളുമായി ചർച്ച നടത്തും. ഇന്ന് വൈകിട്ട് തന്നെ DMEയുടെ നേതൃത്വത്തിലും മറ്റൊരു ചർച്ച നടത്താനും ആണ് തീരുമാനം. ഇന്ന് നടത്താനിരുന്ന OP ബഹിഷ്കരണം PG ഡോക്ടർമാർ ഇന്നലെ നടത്തിയ ചർച്ചയെ തുടർന്ന് പിൻവലിച്ചിരുന്നു. രേഖാമൂലമുള്ള ഉറപ്പ് ലഭിച്ചില്ലെങ്കിൽ തുടർ സമര പ്രഖ്യാപനമെന്ന് PG ഡോക്ടർമാർ വ്യക്തമാക്കി. പ്രതിഷേധത്തിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾ നേരത്തെ നിശ്ചയിച്ചിരുന്ന ധർണ തുടങ്ങി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, നേതൃത്വത്തെ അറിയിച്ചു കെ ബാബു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് മുൻ മന്ത്രിയും എറണാകുളം തൃപ്പൂണിത്തുറ MLAയുമായ കെ ബാബു. വ്യക്തിപരമായ കാരണങ്ങളാൽ മത്സരത്തിനില്ല. നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചെന്നും കെ ബാബു പറഞ്ഞു. ഒന്നുമല്ലാതിരുന്ന തന്നെ എല്ലാം ആക്കിയത് പാർട്ടിയും തൃപ്പൂണിത്തുറയുമാണെന്നും കെ ബാബു പറഞ്ഞു. 91 മുതൽ തുടർച്ചയായി 7 തവണ MLA ആയി. സുദീർഘമായ കാലത്തിൽ പിന്തുണച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായും കെ ബാബു പറഞ്ഞു. തൃപ്പൂണിത്തുറയിൽ മികച്ച ഒരാളെ UDF കണ്ടെത്തും. ഒരു പിൻഗാമിയെയും നിർദ്ദേശിക്കുന്നില്ല. അത് പാർട്ടി തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ജയലക്ഷ്മി സിൽക്സിലുണ്ടായ തീപിടുത്തം കാരണം ഇതുവരെ കണ്ടെത്താനായില്ല. ഫയർഫോഴ്സിന്റെ റിപ്പോർട്ട് കലക്ടർക്ക് കൈമാറും. കോഴിക്കോട് ജയലക്ഷ്മി സിൽക്സിലുണ്ടായ തീപിടുത്തം കെട്ടിടത്തിന്റെ 3ാം നിലയിൽ നിന്നുമെന്ന് കണ്ടെത്തൽ. ഫയർഫോഴ്സ് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. അതേസമയം തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ കണ്ടെത്താനായില്ല. ഫയർഫോഴ്സിന്റെ റിപ്പോർട്ട് ഇന്ന് കലക്ടർക്ക് കൈമാറും. തീപിടുത്തത്തിൽ 50 കോടിയുടെ നഷ്ടമെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. കോഴിക്കോട് ടൌൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജയലക്ഷ്മി സിൽക്സ് മാനേജറുടെ പരാതിയിലാണ് കേസ്. അതേസമയം തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലെന്നാണ് ഫയർഫോഴ്സിന്റെ പരിശോധനാ റിപ്പോർട്ട്. കെട്ടിടത്തിലെ ഫയർ സേഫ്റ്റി സംവിധാനം കൃത്യമായാണ് പ്രവർത്തിച്ചിരുന്നതെന്നും ഫയർഫോഴ്സ് നേരത്തെ കണ്ടെത്തിയിരുന്നു. KDDC ചെയർമാൻ സ്ഥാനം രാജിവെച്ച PK ശശി. KDDC ചെയർമാൻ സ്ഥാനം രാജിവെച്ച PK ശശി. CPIഎമ്മുമായി അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നതിനിടെയാണ് രാജി. കാലാവധി തീരുവാനായി 2 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് PK ശശി ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നത്. KDDCയുടെ മാനേജിംഗ് ഡയറക്ടർക്ക് രാജിക്കത്ത് കൈമാറി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാജി എന്നാണ് സൂചന. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.